കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തും DYFIയും SFIയുമാണ് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്നലെ SFI നേതൃത്വം പറഞ്ഞത് വലിയ പ്രചരണം നടത്തുന്നത് ഈ DYFIയും അതുപോലെ SFIയും മാത്രമാണ്. കോൺഗ്രസ് ബോധപൂർവം ഇതിൽ SFIയെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എത്ര കേസുകളിൽ SFI ഇൻവോൾവ് ആണ്? സിദ്ധാർത്ഥൻ്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ ഒരു ഡസൻ കേസ് എടുത്തുതരാം. ഒരു ഡസൻ കേസുകളെ എടുത്തുതരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ ഒരു ഡസൻ കേസ് ഞാൻ എടുത്തുതരാം. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള പരസ്യമായിട്ടുള്ള പുറത്തടച്ചിട്ടുള്ള കേസ് പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചു വയ്ക്കുകയാണ്, കോളേജ് അതോറിറ്റീസും മറച്ചു വയ്ക്കുകയാണ്, രക്ഷകർത്താക്കളും മറച്ചു വയ്ക്കുക. കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. വ്യാപകമായി നടക്കുകയാണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിൻ്റെ ഏജൻറ്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഉണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളിത് പുറത്ത് അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, പിടിച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, ചെറിയ ഗ്രാമമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. സോഴ്സ് എവിടെ പിടിച്ചിരിക്കുന്നത്? ആകെ ഒരു കേസാണ് പറഞ്ഞത്. സപ്ലൈ ചെയിനെ ബ്രേക്ക് ചെയ്യണ്ടേ? പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്ന ഒരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത്. കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറേ പേര് അകത്ത് പോകണം. അതിലാരാ അകത്ത് പോയേക്കണേ? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ലേ? ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, വെറുതെ വിട്ടില്ലേ? വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ്, എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ്. എന്താ കോടതി പറഞ്ഞത്? കൊക്കൈൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല. ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ, പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ. പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്ത് അതിൻ്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് NDPS ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്ന? ഇത് അപകടത്തിലാണ് കേരളം. അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയയ്ക്ക് പല സ്ഥലത്തും. CPM ഉണ്ട്, ഗവൺമെന്റ് അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷകർതൃത്വം കൊടുക്കുന്നത്. ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ്. അതൊന്ന് വിട്ടുനോക്കിയേ. സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മടി പിടിക്കുന്നത്, പല സ്ഥലത്തും മടി പിടിക്കുന്നത്. എന്നിട്ട് കുറേ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് കേസ്, ഇത്ര കേസിൻ്റെ നമ്പർ കൂട്ടി കാണിക്കുക. 2022 ഞങ്ങളിത് കൊണ്ടുവരുന്നതിൻ്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു. ഇപ്പം ആളുകൾ പറയാണ്, നിങ്ങൾക്കറിയാമല്ലോ, 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്നാ. ശരിയാണ്, കഞ്ചാവല്ല ഇപ്പം അടിക്കണം, മറ്റേ സാധനം അടിക്കണം. MDMA കെമിക്കലും അടിക്കുന്നത്. കഞ്ചാവിൻ്റെ ഉപഭോഗം കുറഞ്ഞെന്നും അറിയാം. സിന്തറ്റിക് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവിൻ്റെ ഉപഭോഗം കുറേ നേരം, മറ്റേതിൻ്റെ ഉപഭോഗം കൂടിയെന്നാണ്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. ഒരു കാര്യം, ഈ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 20 ദിവസമായപ്പോൾ ഇന്നലെ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. പുതിയ ആശാ വർക്കർമാരെ നിയമിക്കാനും അവർക്ക് പരിശീലനം നൽകാനും സമരം പൊളിക്കാൻ വേണ്ടി CIT തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാകണമല്ലോ, ഗവൺമെൻറ് ആദ്യം 2 മന്ത്രിമാർ ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ, ന്യായമായ ആവശ്യമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 7000 രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് 12ഉം 14ഉം മണിക്കൂർ അവർ ജോലി ചെയ്യണം. എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ വയ്ക്കുന്നു. അവർക്ക് ഒരു 21,000 രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം 600 രൂപയാണ്. ഒരു 21,000 രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അവരുടെ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണ്. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്.